ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏകദിന ഫോർമാറ്റിൽ ടീം ഇന്ത്യ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ അത്യുഗ്രൻ ഫോമിലായിരുന്നു. ഒരു ടീമിനും ടീം ഇന്ത്യയോട് മുട്ടി നിൽക്കാൻ പോലും സാധിക്കാതെ പോകുന്ന കാഴ്ചകളാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളതും. ആ ഒരു 2023 വേൾഡ് കപ്പിലെ ടീം ഇന്ത്യയുടെ സ്ക്വാഡൊക്കെ അത്രയും ഗോട്ടർ ടീം കൂടിയായിരുന്നു. പക്ഷേ ആ ഒരു ഫൈനലിൽ മാത്രമാണ് നമുക്ക് കാലിടറിയിട്ട് ഉണ്ടായിരുന്നതും. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒടിയിലും ടീം ഇന്ത്യക്ക് ആധിപത്യം നഷ്ടപ്പെടുകയാണോ എന്നുള്ള തോന്നൽ പോലും പലർക്കും ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി ന്യൂസിലാൻഡ് ഒരു ODI സീരീസ് ടീം ഇന്ത്യയോട് ഇന്ത്യയിൽ വന്നുകൊണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചിരിക്കുന്നു. അതെ, ചരിത്രത്തിൽ ഇന്ന് വരെ ഇന്ത്യയിൽ വന്നുകൊണ്ട് ഇന്ത്യയെ ന്യൂസിലാൻഡിന് ഒരു പരമ്പര സ്വന്തമാക്കാൻ ODIയിൽ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇന്നലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നതും. അതൊരു നാണക്കേടിന്റെ വലിയ റെക്കോർഡ് തന്നെയാണ്. മാത്രവുമല്ല, 37 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ന്യൂസിലാൻഡിനോട് ഒരു ഏകദിന പരമ്പര തോൽക്കുന്നതും. അതും ന്യൂസിലാൻഡിന്റെ ഈ ഒരു ഏകദിന പരമ്പരയ്ക്കുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോഴൊക്കെ നിങ്ങളും ഓർക്കുന്നുണ്ടാവും, ഇതെന്തൊരു സ്ക്വാഡ്, ന്യൂസിലാൻഡിന്റെ പല പ്രമുഖ താരങ്ങളും ഇല്ലാതെയാണ് അവർ ഈ ഒരു ODI പരമ്പര കളിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നതും. അതായത് ചുരുക്കം പറയുകയാണെങ്കിൽ ന്യൂസിലാൻഡിന്റെ ഒരു രണ്ടാം നിര ടീം എന്ന് പലരും കണക്കാക്കിയ ഒരു ടീം. അവർക്ക് വേണ്ടി സ്ഥിരമായി ODI കളിക്കാറുള്ള പല പ്രമുഖ താരങ്ങളും ഇല്ലാതെ അവർ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു ODI പരമ്പര കളിക്കാൻ പോകുന്നു. അതും ഇന്ത്യയുടെ താരങ്ങളെല്ലാം സൂപ്പർ താരങ്ങൾ തന്നെ. പക്ഷേ എന്നിട്ട് പോലും ന്യൂസിലാൻഡ് ടീം ഇന്ത്യയെ 2-1 പരാജയപ്പെടുത്തിക്കൊണ്ട് ചരിത്രം കുറിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പോരാട്ട വീര്യത്തിന് കൈയടിച്ചേ പറ്റൂ. പക്ഷേ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയാണ് പിഴയ്ക്കുന്നത്? എന്തൊക്കെയായാലും കാലവും കളിക്കാരും ഒക്കെ മാറി മറിഞ്ഞെങ്കിൽ കൂടി കിങ് കോഹ്ലി അവിടെ തന്നെയുണ്ട്. യെസ്, തന്റെ കരിയറിന്റെ അവസാന നാളുകൾ പോലും സ്വപ്ന തുല്യമാക്കുകയാണ് ആ ഒരു മാന്ത്രികനെന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു ടൈറ്റിൽ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഏറെ സന്തോഷം തോന്നി. കാരണം ഈ ഒരു പ്രായത്തിലും ആ ഒരു മനുഷ്യൻ നൽകുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ ഒരു പോരാട്ട വീര്യമുണ്ടല്ലോ, അത് എടുത്തു പറയുക തന്നെ വേണം. കിങ് കോഹ്ലി അവിടെ തന്നെയുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു സ്വപ്ന തുല്യ ഫോമിൽ തന്നെയാണ് ഇനിയും ആരാധകരുടെ പ്രതീക്ഷ. ഏതായാലും ഇനി T20 സീരീസ് ആണ് വരുന്നത്. അതിലും അതുപോലെ തന്നെ അതിനുശേഷം വരാനിരിക്കുന്ന വേൾഡ് കപ്പിലുമൊക്കെ നമുക്ക് പൊളിച്ചെടുക്കാൻ സാധിക്കട്ടെ എന്ന പ്രതീക്ഷയിൽ മാത്രം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.